എല്ലാവർക്കും നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യാഴം അഥവാ ഗുരു ജൂൺ 1 രാത്രി 2 പുലർച്ചെ മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ശരാശരി 1 കൊല്ലമാണ് വ്യാഴം ഒരു രാശി സഞ്ചരിക്കുക. അടുത്ത വർഷം 2027 ജൂൺ ഒടുവിൽ വരെ ഇത് കർക്കിടക രാശിയിൽ തന്നെ വ്യാഴം തുടരുകയും ചെയ്യും. ഗ്രഹങ്ങൾക്ക് ഉച്ചരാശിയുണ്ട്. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം. ഒരു ഗ്രഹം ഏറ്റവും ബലശാലിയാകുന്നത് അത് ഉച്ചരാശിയിൽ അഥവാ ഉച്ചക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോഴാണ്. ഫലം തരുന്ന കാര്യത്തിലും അപ്പോൾ ഗ്രഹം ഉദാരമതിയാകും. വ്യാഴത്തെ ഗ്രഹങ്ങളുടെ ഗുരുനാഥനായിട്ടും മന്ത്രിയായിട്ടും ഒക്കെ സങ്കല്പിക്കുന്നു. സ്വാത്വിക ഗുണത്തിൻ്റെ മൂർത്തിഭാവമെന്നാണ് വിശ്വാസം. ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്നാണ്. വൃശ്ചികക്കൂറിന് വിശാഖം 4-ാം പാദവും അനിഴവും തൃക്കേട്ടിയും ചേരുന്നതാണ് വൃശ്ചികക്കൂറ്. അനിഷ്ടഭാവമായ 8-ാം ഇടത്തു നിന്നും വ്യാഴം ശുഭഭാവമായ 9-ാം ഇടത്തിൽ ഉച്ചനായി പ്രവേശിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്നും മോചനം നേടുന്നതാണ്. ആത്മവിശ്വാസം ഉയരുകയും സാമ്പത്തിക ശോചന്യാവസ്ഥ മാറുകയും പഠനത്തിൽ മികവുണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉദ്യോഗം ലഭിക്കാത്ത വ്യക്തികൾക്ക് ഉദ്യോഗം ലഭിക്കാനും ബിസിനസ്സുകാർക്ക് പുതിയ ശാഖ തുടങ്ങാനും ഭൂമി സമ്പാദിക്കാനും പൊതുവെ ഭാഗ്യമുള്ള കാലമാണെന്ന് പറയാം. മത്സര പരീക്ഷകൾക്കൊക്കെ വിജയം നേടുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നിറയുകയും സാമ്പത്തിക വളർച്ചയും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനും സന്താന ഗുണവും എല്ലാം ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണിത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.